നമസ്തേ, വിഷ്ണുസ്ലിബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാണ് പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ള ഒരു തൊഴിൽ അവസരത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ് ഈ സൈറ്റിലാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ സൈറ്റിലെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുന്ന ഈ ഒരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് അപ്ലൈ അറ്റ് CIIL എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജാണ് വരിക. ഇതിൽ ഒരുപാട് ഒഴിവുകൾ അവർ കൊടുത്തിട്ടുണ്ട്. കന്നഡ, മലയാളം, തെലുങ്ക്, ഒഡിയ അങ്ങനെ ഒരുപാട് ഒഴിവുകൾ അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ മലയാളം എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. സെൻട്രൽ എക്സലൻസ് ഫോർ സ്റ്റഡി ഇൻ ക്ലാസിക്കൽ മലയാളം. അത് ക്ലിക്ക് ചെയ്യാം. അപ്പം അതിൽ മലയാളം ലാംഗ്വേജിലുള്ള ഒഴിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. 6 വേക്കൻസികളാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോന്നിൻ്റെയും പേര് താഴെ കാണാം. പ്രൊജക്ട് ഡയറക്ടർ, അസിസ്റ്റന്റ് ഗ്രേഡ് 1, MTS അസിസ്റ്റന്റ് ഗ്രേഡ് 2, ലൈബ്രറി അസിസ്റ്റന്റ്. എല്ലാത്തിനും കൂടിയിട്ട് മൊത്തം 6 ഒഴിവുകളാണ് ഉള്ളത്. ഇതിൽ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഏപ്രിൽ മാസം 3-ാം തീയതിയാണ്. അതായത് അടുത്ത മാസം 3-ാം തീയതി വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഏതിലേക്കാണോ അപേക്ഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ പേരിന്റെ മുകളിൽ സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്യുമ്പോൾ പേജ് ഒന്ന് റീഫ്രഷ് ആയിട്ട് പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ജോലിയുടെ പേര്, അതിൽ അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ്, അതിന്റെ വേക്കൻസിയുടെ എണ്ണം, അതിൽ പറയുന്ന ശമ്പള സ്കെയില്, എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏത് ലാംഗ്വേജിൽ നമുക്ക് വായിക്കണോ ആ ലാംഗ്വേജിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഷയിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ മൊത്തം ഡീറ്റെയിൽസ്, എന്തോ ക്വാളിഫിക്കേഷൻ, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം എന്ന് വെച്ചാൽ ആ പോസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ അപേക്ഷിക്കാം. ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടിയിലായിട്ട് അപ്ലൈ നൗ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊന്ന് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക. അതിൽ നമ്മുടെ പേര്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പാസ്വേഡ് ഇത്രയും കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡെക്ലറേഷൻ്റെ അതിൽ ടിക്ക് മാർക്ക് ഇടുക. ഏറ്റവും താഴെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് പോകും. അപ്പോൾ ആ മെയിലിൽ കയറിയിട്ട് ആ വെരിഫിക്കേഷൻ ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു വെരിഫൈ എന്നുള്ളൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞിട്ട് സൈറ്റിൽ ഇങ്ങനെ എഴുതി കാണിക്കും. നമുക്കിത് ലോഗിൻ ചെയ്യാം നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും വെച്ചിട്ട്. ഇതിലെ യൂസർ ഐഡി എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ഇമെയിൽ ID ആണ്. പിന്നെ പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കണ ആ പാസ്വേഡ്. ഇത് രണ്ടും ടൈപ്പ് ചെയ്തിട്ട് തൊട്ട് താഴെയായിട്ട് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ ആദ്യം കൊടുത്ത വിവരങ്ങളെല്ലാം അതിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. ബാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൽ ഫോട്ടോയും സിഗ്നേച്ചറും നമ്മുടെ ബയോഡാറ്റയും അപ്ലോഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് ഇതെല്ലാം സ്കാൻ ചെയ്തെടുത്തിട്ട് PDF ആക്കിയിട്ട് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കണതും അതിൻ്റെ സൈസ് കൂട്ടണതും കുറയ്ക്കണതും ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് നമ്മൾ മൊബൈലിൽ തന്നെ ചെയ്യാന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം മൊബൈൽ ഫോണിൽ തന്നെ സെറ്റ് ചെയ്തിട്ടെല്ലാം അപ്ലോഡ് ചെയ്യുക. അതെല്ലാം കഴിഞ്ഞ് തൊട്ട് താഴെയായിട്ട് പ്രിവ്യൂ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുത്ത വിവരങ്ങളെല്ലാം ഒന്നുകൂടി ഇത് വായിച്ച് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ അപേക്ഷ അയക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വേണ്ട അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.